ന്യൂനപക്ഷങ്ങൾക്കെതിരായ വർഗീയ പരാമർശത്തിൽ കേസെടുക്കാൻ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കാന്തപുരം കുന്തം എടുത്തെറിഞ്ഞാലും ഞാൻ പറയേണ്ടത് പറയും. വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തി VN വാസവൻ. വിശ്രമജീവിതം നയിക്കേണ്ട സമയത്ത് ചരിത്രം രചിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയെന്ന് VD സതീശൻ. ചവിട്ടി കൂട്ടി തന്നെ എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനം. മരിക്കുന്നതിന് മുൻപ് അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. സഹിക്കാൻ പറ്റുന്നില്ലെന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനാകുന്നില്ലെന്നും അതുല്യ. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന അതുല്യയുടെ മാതാപിതാക്കൾ. ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കേസെടുത്തത് ചവറ തെക്കുംഭാഗം പോലീസ്. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തുടരുന്ന തർക്കങ്ങൾക്കിടെ ഗവർണർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കൂടിക്കാഴ്ച വൈകിട്ട് 3:30 രാജ്ഭവനിൽ. കേരള സർവകലാശാല പ്രതിസന്ധിയും ഭാരതാംബ ചിത്ര വിവാദവും ചർച്ച ചെയ്തേക്കും. കൂടിക്കാഴ്ചയോടെ സർക്കാർ ഗവർണർ പോര് സമവായത്തിലെത്തുമെന്ന് വിലയിരുത്തൽ. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മലയാളി. ഭൂമി തട്ടിയെടുക്കാൻ തന്റെ പിതാവ് ജോയിയെ ആരോ കൊലപ്പെടുത്തിയെന്ന മകൻ അനീഷ്. KJ ജോയിയെ കൊലപ്പെടുത്തിയത് 2018. തട്ടിയെടുത്ത ഭൂമിക്ക് മതിപ്പ് വില 20 കോടിയിലേറെ. ഭീഷണിയെ തുടർന്ന് പലായനം ചെയ്തെന്ന് കുടുംബം. തിരുവനന്തപുരം നെടുമങ്ങാട് 19കാരൻ വൈദ്യുതാഘാതമേറ്റു മരിച്ചു. മരിച്ചത് പനയമുട്ടം സ്വദേശി അക്ഷയ്. ഷോക്കേറ്റത് റോഡിൽ പൊട്ടിക്കിടന്ന വൈദ്യുത കമ്പിയിൽ നിന്ന്. അപകടം പുലർച്ചെ 2 മണിക്ക് കാറ്ററിംഗ് കഴിഞ്ഞ് മടങ്ങവേ. രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും വൈദ്യുത ലൈൻ ഓഫായിരുന്നില്ല. അക്ഷയുടെ മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ. സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി. പോലീസ് ജീപ്പിന് റീത്തുവെച്ച് സമരക്കാർ. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരിയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി.